ഇപ്പോൾ വയനാട് MLA IC ബാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ IC ബാലകൃഷ്ണൻ, താങ്കൾ ഈ പരാമർശം ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഈ പരാമർശനം കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 1975 ജനിക്കുന്നത്. സത്യത്തില് എന്റെ ജനനം കഴിഞ്ഞ് ഒരു എന്താ പറയാ ഒരു പ്രാദേശികമായുള്ള ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പൈതൃകമുള്ള ചരിത്രമുള്ള ആ മണ്ണിന്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കാലം പൂർവികര് വിളിപ്പേരായ സുൽത്താൻ ബത്തേരിയെ ഇന്ന് NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് അത് സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയത്തില് ഒരു സംഘടനാപരമായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഒരു ദേശത്തിന്റെ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കഴിയുമോ? മാത്രമല്ല അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കാരണമെന്താ? അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങളോട്. മാത്രമല്ല സുൽത്താൻ ബത്തേരിക്ക് ഒരു പൈതൃകമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇന്നും അവിടെ കൂട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഒരു മത തീവ്രവാദ മത വൈകാരികം ഇല്ലാതെ ഒരു മതസൗഹാർദ്ദമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെ പൈതൃകമായ ചരിത്രമുള്ള ഗണപതി ക്ഷേത്രമുണ്ട്, പൈതൃകമായ ചരിത്രമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട്, അവിടെ പൈതൃകമായ ചരിത്രമായ അവിടെ മുസ്ലിം സഹോദരങ്ങളുടെ പള്ളികളുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോൾ സുൽത്താൻ ബത്തേരി ഒരു മതസൗഹാർദ്ദത്തിന്റെ ആഴത്തിലുള്ള ഒരു പൈതൃക സ്വത്താണ് സുൽത്താൻ ബത്തേരി. ആ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കി മാറ്റുമെന്ന് പറയുമ്പോ ഇത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവരെയും വേർതിരിച്ചു നിൽക്കുന്ന നിലപാടുകളുടെ മറ്റൊരു ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. റൈറ്റ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ സുൽത്താൻ ബത്തേരിയിലെ MLA കൂടിയാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു താങ്കൾ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ താങ്കൾക്ക് തിരിച്ചറിവുകൾ വന്ന കാലഘട്ടം മുതൽ കേൾക്കാത്ത ഒന്നാണിത് എന്ന്. അപ്പോൾ പോലും ഈ ഗണപതി വട്ടം എന്ന പേരുണ്ടായിരുന്നു ഈ പ്രദേശത്തിന്. അങ്ങനെയൊക്കെ ഉള്ള നരേഷനിലേക്കാണ് പോകുന്നത്. അത്തരം എന്തെങ്കിലും ഓർമ്മകൾ അല്ലെങ്കിൽ കേട്ടുകേൾവികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്? ഗണപതി വട്ടം എന്ന് അവിടെ പറയാറുണ്ട്, ഗണപതി വട്ടം പറയാറുണ്ട്. പക്ഷെ ആ ഗണപതി വട്ടം ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ആക്കുമെന്ന് പറയുമ്പോൾ അത് നടപടി അത്തരത്തിലുള്ള നിലപാടുകൾ ശരിയല്ലല്ലോ. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ പണ്ഡിതന്മാര്, നമ്മുടെ പൂർവികര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ സുൽത്താൻ ബത്തേരി എന്ന വിളിപ്പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഓരോ ഘട്ടങ്ങളും ഓരോ ഓഫീസുകളും ഓരോ ടൗണിന്റെ ഓരോ മേഖലകള് അവിടുത്തെ ഒരു മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സുൽത്താൻ ബത്തേരി എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ ശ്രമം അതിന്റെ ഭാഗം തന്നെ എന്ന് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിൽ കൂടിയല്ലല്ലോ ഒരു സ്ഥാനാർത്ഥി ഓരോ പ്രദേശത്തിന്റെയും സാഹചര്യങ്ങളെ വെച്ച് വോട്ട് പിടിക്കേണ്ടത്. അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സുരേന്ദ്രൻ ആ പ്രസ്താവന പിൻവലിക്കണം. ഇത് ബത്തേരിയുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാ. ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.